എടാ ആപ്പിള് മോനെ, എന്താ ആരുമില്ലാത്ത സമയത്ത് എന്നെ കയറി പിടിച്ചു. നീ അകത്ത് പോ. സത്യമായിട്ട് പോകാനല്ലേ പറഞ്ഞത്? കല്യാണം കഴിക്കാൻ പറഞ്ഞ കേൾക്കുകയില്ല, എന്നിട്ട് രാത്രി അമ്മ വൃത്തി കാണിക്കാം. അതളിയ എന്നെന്നറിയോ? എന്താ സാർ ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ പൊയ്ക്കോ. പൊക്കോളൂ. യെസ് സാർ. എന്നാ പോയിക്കാൻ ഉറങ്ങ്. അടുക്കള വൃത്തികെട്ടവൻ. അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വര. ഇടപാട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ? വേഗം തിരുമ്മിക്കൊള്ളൂ, ഇല്ലെങ്കിൽ കവള ആപ്പിൾ പോലെ ആകും. ഇലക്ഷൻ എടുക്കാറായി, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു അളിയനുണ്ട്, എപ്പോഴും തണ്ണിയാ. പുള്ളി എങ്ങനെങ്കിലും ഒന്ന് കുരുക്കിയ മുഖ്യനെ നമുക്ക് നാറ്റിക്കാം. അതൊക്കെ എങ്ങനെ ശരിയാവാനാണോ സാറേ? കുറിപ്പ് പറഞ്ഞാലും കാര്യമുണ്ട്. ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആയിരുന്നല്ലോ. ഈ അളിയൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി, മുഖ്യൻ അതൊക്കെ കണ്ണടച്ച് കളയും. അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതെന്താ? മുഖ്യം വേണ്ടി രാഷ്ട്രീയം കളിച്ച് ഒളിവും ജയിലുമായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായ അമ്മയ്ക്ക് ഏക ഒരു ആശയം ഈ അച്ചുവായിരുന്നു. മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് ആളെ കണക്കാക്കിയിട്ടുള്ളത്. എന്നെ ആരും ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, എന്റെ അളിയൻ പോലും. അതെ, മുഖ്യമന്ത്രി ആളത്ര ശരിയല്ല അല്ലേ? ആള് നല്ലവനാ, പക്ഷെ ആ പെണ്ണ് കേസ് അറിഞ്ഞത് കൊണ്ട് ഞാൻ അല്പം ഷോക്കായിപ്പോയി. ഏത് പെണ്ണ്? എന്ത് സംഭവം? അതൊക്കെ പറഞ്ഞ എന്റെ അളിയന്റെ ഇമേജ് പോത്തില്ലേ? ഒഴി ഒഴി നോക്കി നിൽക്കാതെ അച്ചുവേട്ടൻ ഒഴിച്ചു കൊടുക്കടാ. മറ്റേ സംഗതി പറഞ്ഞില്ലല്ലോ. മെഡിക്കൽ കോളേജിലെ സീറ്റിന്റെ കാര്യല്ലേ, അത് ഞാൻ നേറ്റി. അതല്ല, മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? രഹസ്യോ? ഞാനപ്പോ പറഞ്ഞു. മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണ് കേസുണ്ടല്ലോ, അതെന്താണെന്നാ ചോദിച്ചത്. എന്റെ അളിയന്റെ ഇമേജ് കളയാനോ? ആർക്കാണ് കുടുംബത്തിൽ ഇത്ര ധൈര്യം? എടാ എന്റെ അളിയനെ കുറിച്ച് നീയൊക്കെ എന്തൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്? അഴിമതിയില്ല, കൈക്കൂലിയില്ല, സത്യസന്ധന എന്നെ പോലെ. എടാ നിനക്കൊക്കെ തർക്കമാണെങ്കിൽ അഴിമതി കേസ് കൊണ്ടുപോകാ പുല്ലുകളെ. അത് ശരി, ഞങ്ങളുടെ കള്ളും വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ തെറി പറയുന്നു. ഞാൻ പിന്നെ വേറെ ആരെ പറയൂടാ? ക്ഷണിച്ച് കാറെ കയറ്റി കൊണ്ടുവന്ന് കള്ള് തന്നിട്ട് ഒരുമാതിരി തന്തയില്ലാത്ത വേണ്ട വിട്ടേരെ. അലവലാതി അലബലാതി നിന്റെ മറ്റവനാ. എടാ കള്ളച്ചാറായത്തി കളർ ചേർത്ത് സ്കോച്ചാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവനെ. എടാ മാന്യന്മാരെ കളിപ്പിക്കാതെ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കടാ. അതവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ. എടാ പുല്ലേ, എന്റെ എളിയെ വിചാരിച്ചാലേ ഇതൊരു ഫാക്ടറി തന്നെ ഉണ്ടാക്കും. ഇറങ്ങി പോവാൻ. ഞാൻ പോയേക്കാം. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേ ഹലോ അച്ചുവന കമോൾ ഒരു സ്മാൾ അടിച്ചിട്ട് പോന്ന് പറയരുത്. നിന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് കഴിക്കാൻ പോടാ. പോടാ അളിയോ. അളിയാ അളിയാ, അളിയനെ കുറിച്ച് ചട്ടകൾ അനാവശ്യം പറഞ്ഞളിയാ. എനിക്ക് സഹിക്കുവോ പെങ്ങളെ? അയ്യോ, എനിക്ക് സഹിക്കുവോ പെങ്ങളെ? കൊടുത്ത് ഞാൻ കണക്കില്ല. അളിയന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്റെ ഇമേജാ, എന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അളിയന്റെ ഇമേജാ. നമുക്കൊരു ഡീസൻസി ഒക്കെ ഇല്ലേ? അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ലളിയാ. അയ്യോ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്റെ പൊന്ന് ജാനകി, ഈ ഒറ്റ കാര്യം മതി ഞാനും അളിയനും തമ്മി ഇനിയും തെറ്റാ. നീ പോ. ഭഗവാനെ, വിളമ്പി തരാൻ പോലും ആരുമില്ല. സാമ്പാറെങ്കിൽ സാമ്പാർ. പാപ്പച്ച,
ഞാൻ പറഞ്ഞില്ല, സത്യമായിട്ട് എനിക്കറിയില്ല കുമാരൻ എവിടെയാന്ന്. നുണയാണ്, നിങ്ങൾക്കറിയാം. ഇത് വലിയ കഷ്ടമുണ്ടോ ലക്ഷ്മി? നിക്കോ, ഇത് കുമാരന് കൊടുക്കണം പ്ലീസ്. സാറേ പോടാ, കുമാരനെ തന്നോടാ പറഞ്ഞത് പോവാൻ. ഓടോ. സാറേ ഒന്ന് കണ്ടാ പോയിക്കോളാം ഞാൻ. സാറേ ഇങ്ങോട്ട് വേണോ? അപ്പൊ ഇവിടുന്ന് അകത്തേക്ക് ഏറ്റോട്ട് പറഞ്ഞോ? അങ്ങോട്ട് മാറിയുന്നേ. ചലച്ചിത്രഗാനം കേൾക്കാണല്ലേ? കുമാര ഇവിടെ ഒന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഇതെന്റെ സ്വന്തം കാല. ഇവിടെ നിന്ന് സാർ ഇതെന്റെ ആളാ. ഒരു മിനിറ്റ്. എന്താ? ഞാനിപ്പോ ഒരു ഹംസായില്ലേ? ഹംസേ, നീ എപ്പോ മതം മാറി? അയ്യേ, ഹംസയല്ല, അരയന്നം, ഹംസം. ദൂതുമായിട്ട് വന്നതാ. താമരയിലകളിൽ അരയെന്ന പെൺകോടി കാമലേഖനമെഴുതുമ്പോൾ. അയ്യടാ, ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഞാനിതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് നിനക്കറിയാമോ? നീ ആ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെയൊന്ന് വാങ്ങിച്ചെണ്ണം. അതിപ്പോ ഞാനെങ്ങനെയാ? നീ വിചാരിച്ചാൽ അത് നടക്കും. പിന്നെ നിന്നെ ഇവിടെ നിർത്തിയേക്കണേ. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കത്ത്. അളിയൻ എന്തോ ആപത്ത് വരാൻ പോകും. അതും അളിയൻ അറിയാതെ. അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തിലെ രഹസ്യം അറിയണം. സാറായിരുന്നോ? നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും അയ്യോ എനിക്കിപ്പൊ പറയാൻ വയ്യ. നാളെ പറഞ്ഞേക്കാം. കള്ളനാണെന്ന് കരുതി അറിയാതെ. ഉവ്വാ ഉവ്വാ, കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ, ദൈവം പോലും പൊറുക്കത്തില്ല. തൽക്കാലം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട. വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ച് നിന്റെയൊക്കെ പണി കളയുന്നേ? പോ 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 പോ. ഓ എന്താണ് ഈ കാണിക്കുന്നേ? അമ്മാവി എന്തായാലും ഇവളെ ഞാൻ കെട്ടാൻ പോവാ. പിന്നെന്തിനാ അവള് വെറുതെ കിടന്ന് കാറേണ്ടത്? അമ്മാവി ഒന്ന് പറഞ്ഞു കൊടുക്ക്.